ഹലോ എവരിവൺ. ഒരു കാര്യം ഞാൻ പറയുകയാണ്, എവിടെ നിന്നാണ് ബിഗ് ബോസിന് ഇത്രയും ചീപ്പ് കണ്ടസ്റ്റൻറ്റിനെ കിട്ടിയത്? നിങ്ങൾ ചിന്തിക്കണം, ഒരു സീസണിൽ പോലും ഇങ്ങനൊരു ഗതികേട് വന്നിട്ടില്ല. ഓക്കെ, അതായത് തുടർച്ചയായ 5-ാം തവണയാണ് അനീഷ് ജയിലിലേക്ക് പോകുന്നത്. എന്താ അല്ലേ, ഇത്തിരിയെങ്കിലും ചിന്തിച്ചൂടെ കണ്ടസ്റ്റൻറ്റിനെ? അത് തെറ്റല്ലേ? അവിടെ ജയില് എന്ന് പറയുന്ന, അതായത് ഒരു ടാസ്ക് ജയിലിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് എല്ലാ കണ്ടസ്റ്റൻറ്റിനും സുഖിക്കാനുള്ള ഒരിടമാണ് ബിഗ് ബോസ് ജയില്. അതായത് അതൊന്ന് ഇപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ്, ഇപ്പം ഞാൻ ബിഗ് ബോസിലേക്ക് പോയിട്ട് ജയിലിലേക്ക് പോയാൽ എനിക്ക് പറയാമല്ലോ, ഞാൻ സീസൺ 7-ൽ പോയി ജയിലിലേക്കൊക്കെ പോയ ഒരാളാണ്. അവിടെ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. എല്ലാവരും ചിന്തിക്കുന്നത് അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ജയിലിലേക്ക് ഇടാമെന്നാണ് കുറേ പേര് ചിന്തിക്കുന്നത്. തെറ്റല്ലേ? വളരെ വളരെ തെറ്റാണ്. 5-ാം തവണയാണ് തുടർച്ചയായിട്ട് അനീഷ് ജയിലിലേക്ക് പോകുന്നത്. ഇതുകൊണ്ട് മാത്രമാണ് ഞാനൊരു കാര്യം പറയുകയാണ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അതായത് അനീഷിന് എങ്ങനെയാണ് സാധാരണക്കാരായ പ്രേക്ഷകർ സപ്പോർട്ട് കൊടുക്കുന്നത്? ഇതുകൊണ്ടാണ്. ഒന്നാമത് മരണമാസ ഗെയിമാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ എല്ലാവരും അനീഷിനെ ഒറ്റപ്പെടുത്തുന്നു. നോക്കൂ നിങ്ങൾ, ജയിലിലേക്ക് അവിടെ ആദില പോവാൻ അർഹനാണ്, നൂറ, പിന്നീടുള്ള അക്ബർ, ആര്യന്, എല്ലാവരും ഇവരാരെയും ജയിലിലേക്ക് ആരും നോമിനേറ്റ് ചെയ്യാതെ അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് എന്ത് തെറ്റല്ലേ? അതാണ് പറയുന്നത്, ഒരാളെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണക്കാരായ പ്രേക്ഷകർ എന്താണ് വിചാരിക്കുന്നത്? അതുതന്നെയാണ് ഇവിടെ അനീഷിൻ്റെ കാര്യത്തിലും അല്ലേ? അവിടെയുള്ള എല്ലാവരും അനീഷിനെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് കാണുന്ന മനസ്സുണ്ടല്ലോ, സാധാരണക്കാരായ പ്രേക്ഷകർക്ക് കാണുന്നത് എന്താണ്? അനീഷിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അനീഷിനെ മാത്രം ജയിലിലിടുന്നു. അത്രമാത്രം തെറ്റൊന്നും അനീഷ് അവിടെ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആരാണ് ഈ സീസണിൽ വിന്നർ ആവുക എന്ന് നമുക്ക് ബിൻസിയോട് ചോദിക്കാം. അതായത് 2 ആഴ്ചയോ 3 ആഴ്ചയോ അവിടെ നിന്ന RJ ബിൻസി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കേൾക്കണം. ഓക്കെ, പക്ഷെ ഇപ്പൊ അനീഷ് ഗെയിം ഒക്കെ മാറ്റി കളിക്കുന്നോണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ ഖാൻ വിൻ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം, അല്ലെങ്കിൽ അപ്പാനി എന്തായാലും എവിക്റ്റ് ആയല്ലോ. സോ അക്ബർ അല്ലെങ്കിൽ അനീഷ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അനീഷ് ഗെയിം ഒക്കെ മാറ്റി കളിക്കുന്നോണ്ട് എനിക്ക് തോന്നുന്നു അനീഷ് ജയിക്കുമായിരിക്കും. ജയിക്കട്ടെ, നല്ലപോലെ കളിക്കുന്ന ആരാണോ അവര് വിൻ ചെയ്യട്ടെ, ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ. പൊന്നുമക്കളെ, ബിൻസി എന്ന സുന്ദരിക്കുട്ടിയെന്ന്, ഞാൻ സുന്ദരിക്കുട്ടിയാണെന്ന് സ്വയം പറയുന്ന ബിൻസി പറയുന്നത് അക്ബർ ഖാനാണ് വിജയിക്കേണ്ടതെന്ന് എനിക്ക് ആഗ്രഹം, പക്ഷേ അനീഷ് കളി മാറ്റിയത് കൊണ്ട് അനീഷാണ് വിജയിക്കുന്നത് എന്നാണ് സ്വയം സുന്ദരി എന്ന്, അതായത് സ്വയം വിളിച്ച് പറയുന്ന ബിൻസിക്ക് പറയാനുള്ളത് ഈ കാര്യമാണ്. എന്താണ് ഈ വിഷയത്തിൽ ഒരു ഉമ്മക്ക് പറയാനുള്ളത്? ബിഗ് ബോസിലെ ലാലേട്ടനൊക്കെ കണ്ട ബിഗ് ബോസിന്റെ എല്ലാ അഭിപ്രായവും ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് പറയുന്ന ഉമ്മക്ക് എന്താണ് അനീഷിനെ കുറിച്ച് പറയാനുള്ളത്? നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അനീഷിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആരെയും ഒന്നും പറയാത്ത ഒരു രീതി. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായ. കാരണം പെൺകുട്ടികൾ എന്ത് കാണിച്ചാലും വളരെ ക്ഷമിക്കുന്നതിനകത്ത് ഭയങ്കര ക്ഷമയുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് അതിനകത്ത് പെരുമാറുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം. ഒരു കാര്യം പിന്നെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ ആരെയും ഒന്നും പറയുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തുടക്കം മുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം. പൊന്നുമകളെ, എന്തൊരു ക്ലിയർ ആണ് ഉമ്മ പറയുന്ന കാര്യം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ബിഗ് ബോസ് ഏകദേശം 72 ദിവസമായി. ഇന്ന് വരെ അനീഷ് നീ പോടി ഡി അങ്ങനെ എന്തെങ്കിലും വിളിക്കുമോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറയുകയാണ്, പെൺകുട്ടികളെ ഡി എന്നല്ലാതെ പിന്നെ ഡാ എന്നല്ല വിളിക്കേണ്ടത്. ഡി എന്ന്, അതായത് അതൊരു സൊസൈറ്റി നിയമമാണ്. ഡി എന്നൊക്കെ വിളിക്കൽ നല്ലതെന്നല്ല, അങ്ങനെ വിളിക്കുന്നത് ഒരു സൊസൈറ്റി നിയമമാണ്. അപ്പോൾ ബിഗ് ബോസിലുള്ള എല്ലാ പെൺകുട്ടികളും പറയുന്നത് ഞങ്ങൾ ഡി എന്ന് വിളിക്കണ്ട, ഡാ എന്ന് വിളിച്ചാൽ മതി എന്നാണ്. അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അനീഷ് എത്രമാത്രം റെസ്പെക്റ്റ് ആണ് അവിടെയുള്ള പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത്? ആരെങ്കിലും ഡി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് ആദില, ഞാൻ ഒരു 3 ആഴ്ച ബാക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആദില മറ്റേ ഈ വെള്ളമൊക്കെ അനീഷിന് ഒഴിക്കുന്ന സമയത്ത് അനീഷ് മിണ്ടാണ്ട് നിന്ന ഒരാളാണ്. അത്രയധികം റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ് അനീഷ്. അതുകൊണ്ട് പൊന്നുമക്കളെ, കേരളത്തിലുള്ള അതായത് നല്ല നല്ല ഫാമിലിക്ക് അനീഷിനെ ഇങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം ഇത് മാത്രമാണ്. അതായത് മരണമാസ ഗെയിമുണ്ട്, റെസ്പെക്റ്റ് കൊടുക്കുന്നവർക്ക് റെസ്പെക്റ്റ് കൊടുക്കും, നല്ല വിദ്യാഭ്യാസമുണ്ട്. ലാലേട്ടൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു 2 ആഴ്ച. അതായത് ലാലേട്ടൻ ചോദിച്ച എല്ലാ ചോദ്യത്തിനും മണിയായി ഉത്തരം പറയുന്നു. വിവരമുള്ള ഒരാൾ, ആരെയും കൂടുതലായി വെറുപ്പിക്കൂല, ക്ലിയർ ആയിട്ട് ഗെയിം കളിക്കും. അതുകൊണ്ടാണ് അനീഷിനെ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം. നിങ്ങൾ നോക്കൂ, ആരുണ്ട് അനീഷിനെ പോലെ? ഒരു കണ്ടസ്റ്റന്റും ഇല്ല.
ഈ അനുമോൾ എന്ന് പറയുന്നത് അനീഷിന്റെ എതിരാളിയേ അല്ല മക്കളെ. അതായത് അനുമോൾ അവിടെ നിൽക്കുന്നത് 16 ലക്ഷത്തിന്റെ പവറിലും ആ സമ്മർ മീഡിയ പിന്നീട് രാജ് ടാൾസ് ഇവർ 2 പേരുടെ വായ കൊണ്ടാണ് ഈ പറയുന്ന അനുമോൾ അവിടെ നിൽക്കുന്നത്. അനീഷ് അങ്ങനെയല്ല, സാധാരണക്കാരനായ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് ഗെയിം എന്താണ് അഖിൽ മാരാരെ പോലെ ഡോക്ടർ റോബിനെ പോലെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ഒരാളാണ് ഈ അനീഷ്. അതുകൊണ്ടാണ് സാധാരണക്കാരായ പ്രേക്ഷകർക്ക് അനീഷിനെ ഇഷ്ടപ്പെടാൻ കാരണം. ഈ കാരണങ്ങൾ മാത്രമാണ് മക്കളെ നമുക്ക് ആദിലക്കെതിരെ ഒരു ഉമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു വിഷയം കൂടി ഇതേ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാം. ഓക്കെ, വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ആദിലക്കെതിരെ ഒരു ഉമ്മ രംഗത്ത് വന്നിട്ടുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ഓക്കെ, അതാ ഷാനാസിന്റെ പെങ്ങളോട്ട് ഷാനാസിനെ പറഞ്ഞമ്മ അതിനെ പറഞ്ഞ ഇതുവരെ പെങ്ങമാര് ആങ്ങളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഷാനവാസിനെ അങ്ങോട്ട് നോമിനേഷൻ ചെയ്തതോളൂ. എന്ത് പെങ്ങളാവളൊക്കെ ഓള് ചെയ്തത് ശരിയല്ല, ഒട്ടും ശരിയല്ല. പക്ഷെ അപ്പം എവിക്റ്റ് ആക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ നോമിനേഷന് നമുക്ക് ഇഷ്ടമുള്ള ആളെ കൊടുത്തൂടെ? നമ്മൾ ഓരോരുത്തർ ഇഷ്ടല്ലേ. ഇവരങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഓരത്രയും ആങ്ങളെയും പെങ്ങളുമാണ്, അവര് ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ ഷാനവാസ് ഇപ്പൊ ചെയ്യുന്ന കളി ഫെയർ ആയിട്ടുള്ള കളിയല്ലല്ലോ. എന്ത് കളിയാണെങ്കിലും പെങ്ങളാണ് ആങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഫെയർ ആണെങ്കിലും അത് ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ യഥാർത്ഥത്തിൽ ആങ്ങളെയും പെങ്ങളെന്നൊക്കെ വെറുതെ പറഞ്ഞു നടക്കിയതും ആദ്യം നൂറേക്ക്. പൊന്നുമക്കളെ, ഉമ്മ പറയുന്നത് ആദില ഷാനവാസിനോട് ചെയ്തത് വളരെ മോശമായി എന്നാണ്. കഴിഞ്ഞ ആഴ്ചയിലത്തെ വിഷയമാണ്. എനിക്ക് 2-3 അതായത് നമ്മുടെ സബ്സ്ക്രൈബർ എൻ്റെ നമ്പറുള്ള ചിലർ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ നിങ്ങൾക്ക് മുമ്പിൽ പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഷാനവാസ് ഈ പറയുന്ന ആദിലയും നൂറയും എൻ്റെ പെങ്ങന്മാരാണ്. അങ്ങനെയാണ് ബിഗ് ബോസിൽ കണ്ടത്. എല്ലാവരും ഇവർ പെണ്ണുമായി ജീവിക്കുന്നു എന്ന് ഒരു പുച്ഛത്തോടെ കാണുമ്പോൾ ഷാനവാസ് മാത്രം ഇരിക്കട്ടെ, ആരോരുമില്ലാത്തവരല്ലേ എന്ന് പറഞ്ഞ് കൂട്ടിയതാണ്. അങ്ങനെ ഇരിക്കുന്ന ഷാനവാസിനെയാണ് ഈ ആദില ചതിച്ചത്. ഇവൻ വേണ്ട, ഷാനവാസ് ഇനി ബിഗ് ബോസ് വീട്ടിൽ വേണ്ട, ഇവനെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന് നോമിനേഷനിൽ പറയുകയാണ് ഈ പറയുന്ന ആദില ഷാനവാസിനെതിരെ. അതാണ് ഉമ്മ പറയുന്നത്. ആദില ചെയ്തത് വളരെ മോശമെന്നാണ് ഉമ്മ പറയുന്നത്. പൊന്നുമക്കളെ, ഞാൻ വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആരാണ് ടോപ്പ് 5? 1-ാം സ്ഥാനത്ത് വേറാരുമല്ല, നമ്മുടെ അനീഷ് മാത്രമാണ്. 2-ാം സ്ഥാനത്ത് ഞാൻ അനുമോളെ കൊടുക്കുന്നു, 16 ലക്ഷം ചിലവാക്കിയതല്ലേ. 3-ാം സ്ഥാനത്ത് ഞാൻ പറയുന്നു ഷാനവാസ്. 4-ാം സ്ഥാനവും 5-ാം സ്ഥാനവും നോ പ്രെഡിക്റ്റബിൾ. അത് ആര് വേണമെങ്കിലും ആവാം. ഓക്കെ, ഈ പറയുന്ന നെവിനാവാം, ആര്യനാവാം, ആര് വേണമെങ്കിലും ആവാം. നമുക്ക് അത് പ്രെഡിക്റ്റബിൾ അല്ല. നിലവിൽ 3 സ്ഥാനം നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. കാരണം അനീഷ് 1-ാം സ്ഥാനം അത് ഏകദേശം 100% ഉറപ്പായതാണ്. കാരണം 1 മരണമാസ ഗെയിം, 2-ാമത് അവിടെയുള്ള എല്ലാവരും അനീഷിനെ ഒറ്റപ്പെടുത്തുന്നു, 3-ാമത് അനീഷായിട്ടാണ് അവളെ കളിക്കുന്നത്. അതായത് സാധാരണക്കാരായ പ്രേക്ഷകർക്ക് അനീഷിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്ത് പറഞ്ഞിട്ട് 16 ലക്ഷം അല്ല അനുമോൾ 50 ലക്ഷം ചൊരിച്ചാലും ഒരു കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.